അരുൺ മോഹൻ, വ്യക്തമായി തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നു. രാഹുൽ MP ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി വന്നു. അവസാനമായി CJP കലാപത്തിന്റെ ലക്ഷ്യമായി വന്നത് പ്രധാനമന്ത്രി രാജിവെക്കുക. എവിടെ തുടങ്ങി, എവിടെ അവസാനിച്ചു? എങ്ങനെ പ്രതികരിക്കുന്നു? CJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ രൂപീകരണ സമയത്ത് തന്നെ കേവലം ഒരു ട്രോളായി മാത്രം അതിനെ കണ്ടുകൊണ്ടൊക്കെ അഭിപ്രായം പറഞ്ഞവരോട് ഇത് രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന വലിയ അപകടത്തെക്കുറിച്ച് തിരിച്ചറിയണമെന്ന് രാജ്യസ്നേഹികളായ മനുഷ്യൻ ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചതാണ്. പക്ഷെ അപ്പോഴൊക്കെ അതൊരു കേവലം ഒരു ചെറിയ സമര സംഘടന എന്നുള്ള രീതിക്കൊക്കെ വന്നങ്ങ് പൊക്കോളും എന്ന് കരുതി. സ്വാഭാവികമായിട്ട് അവർ ഉയർത്തിയ ആശയം ജനങ്ങളുടെ വലിയ പിന്തുണ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ആശയം തന്നെയായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ വിഷയത്തിൽ നിലപാടും എടുത്തിട്ടുണ്ട്. ഒരു ചെയറിന് ഇരുവശങ്ങളിലും ഇരുന്നു കൊണ്ട് സംസാരിച്ച് ഇനി എന്താണ് പരിഹാരം കാണേണ്ടതെന്ന് ഒരുമിച്ച് ഒരു ഭരണകൂടവുമായി ആലോചിക്കേണ്ടുന്ന ഗൗരവകരമായ ഒരു വിഷയം. ഈ വിഷയത്തിൽ രണ്ടാമത് പരീക്ഷ നടത്തി ആക്ഷേപങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടായ ആക്ഷേപങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാൻ ശ്രമിക്കാൻ മാത്രമാണ് ഭരണകൂടത്തിന് ചെയ്യാൻ സാധിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി ഇവരെ ഉയർത്തിയ വിഷയം അതായതുകൊണ്ട് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചു. NTA പുനഃസംഘടിപ്പിക്കും എന്ന് ഗവൺമെന്റ് തന്നെ പറയുന്നു. 2017 മുമ്പ് NTA ഉണ്ടാകുന്നതിന് മുമ്പും NTA ഉണ്ടായതിനു ശേഷവും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു താരതമ്യ പഠനം കൃത്യമായി ഞാനിത് പറയുന്ന സമയത്ത് കല്ലെറിയാൻ ഒരുപാട് ആളുകൾ വന്നേക്കാം. പക്ഷേ താരതമ്യ പഠനവും ആത്മഹത്യകളും നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് നിരന്തരമായി മാറി മാറി വരുന്ന എല്ലാ ഭരണകൂട കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗം തന്നെയായിരുന്നു NTA. ആ NTA പുനഃസംഘടിപ്പിക്കുമെന്ന് വളരെ വ്യക്തമായി വിദ്യാർത്ഥി സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും ഒരു പരിധിവരെ അത് മനസ്സിലാക്കി ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ആ മുദ്രാവാക്യം വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലേക്ക് പതുക്കെ അവർ കടന്നത്. പക്ഷേ ഈ എന്താ പറയാ മറ്റുള്ള മനുഷ്യരെല്ലാം അവഗണിച്ചിട്ട് പരിപൂർണമായി പരാജയപ്പെട്ട് പിന്മാറിയ ഒരു സമരം കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഈ തരത്തിലേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഉള്ള ഈ വിഘടനവാദികളെ, അതേപോലെ തന്നെ ഭീകരവാദികളെ, ഖാലിസ്ഥാൻവാദികളെ, കർഷക സമരം എന്ന പേരിൽ നമ്മുടെ രാജ്യത്ത് വലിയ കലാപം നടത്താൻ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങി തിരിച്ചവരെ നമുക്കറിയാം. ഇങ്ങനെ ഇവരുടെ എല്ലാം കൂട്ടായ്മകൾ ഒരുമിച്ച് വരികയാണ്. ഈ നീറ്റിൽ തുടങ്ങിയ വിഷയത്തിൽ പിന്നീട് എങ്ങനെയാണ് FCR കടന്നു വന്നത് നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? FCR എന്തുകൊണ്ട് നീറ്റ് തുടങ്ങിയ വിഷയത്തിന്റെ അവസാനം എത്തി നിൽക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 370 അമെൻഡ് ചെയ്ത് വീണ്ടും തിരികെ പുനഃസ്ഥാപിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നൊരു നേതാവ് തന്നെ പറയുന്നു. നിങ്ങൾ സമാധാനപരമായ ചർച്ചയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്ന് JP നദ്ദ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് ഇവർ നിവേദനം കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇത്രയേറെ ഇവരെ അടിച്ചൊതുക്കി ഇല്ലായ്മ ചെയ്യാനാണെങ്കിൽ ഭരണകൂടത്തിന് എന്നേ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ സമയത്തും ഇവരുയർത്തുന്ന വിഷയങ്ങളിൽ ന്യായമായ വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനും അവരെ മുമ്പോട്ട് വെക്കുന്ന ആശങ്കകൾ കേൾക്കുവാനും തയ്യാറാണെന്നൊരു ഭരണകൂടം പറഞ്ഞിട്ടും ഡൽഹി പോലീസിനെ ആക്രമിക്കുന്നു. അതിന്റെ വിഷ്വൽസ് മുഴുവൻ നമ്മൾ കണ്ടില്ലേ? പോലീസിനെ ആക്രമിക്കുന്നു, പൊതു സ്ഥാപനങ്ങൾക്ക് നേരെ കല്ലേറ് നടത്തുന്നു, പോലീസ് വാഹനങ്ങൾ മറിച്ചിട്ടുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നു. ഇത്രയും വലിയ അക്രമ പരമ്പരകൾ ഒരു വശത്ത് നടക്കുന്ന സമയത്ത് കേരളത്തിലിരുന്നും അതേപോലെ ഭാരതത്തെ എല്ലാ കാലത്തും 16ആയി ഇന്ത്യയെ വെട്ടിമുറിക്കണമെന്ന പ്രമേയം പാസ്സാക്കിയ സംഘടനയാണ് CPM. അവരുടെ ജനാധിപത്യ മുഖമൊക്കെ അണിഞ്ഞ് കേരളത്തിൽ ഉൾപ്പെടെ അധികാരത്തിലെന്നെങ്കിൽ ഇപ്പൊ ഏതാണ്ട് അവരുടെ കാര്യത്തിൽ തീരുമാനം. എന്നിരുന്നാലും ഇവരെല്ലാവരും ചെല്ലുന്നു പിന്തുണയുമായി എന്ന് പറയുന്ന സമയത്ത്, അതേപോലെ ഖാലിസ്ഥാൻവാദികൾ വരുന്നു എന്ന് പറയുന്ന സമയത്ത്, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര സംഘടനകൾ ചെല്ലുന്നു എന്ന് പറയുന്ന സമയത്ത്, വിദേശ രാജ്യങ്ങളിൽ അവർക്ക് വേണ്ടി നിൽക്കുന്നവർ, രാജ്യത്തിനെതിരെ നിലപാടെടുക്കുന്നവരെല്ലാം ഒരുമിച്ച് വരുന്നു എന്ന് പറയുന്ന സമയത്ത്, പട്ടായയിൽ നിർണായക സമയത്ത് ടൂറിന് പോകുന്ന രാഹുൽ ഗാന്ധി പാർലമെന്റ് സമ്മേളനമായ സമയത്തേക്ക് എവിടുന്നോ പറന്നു വന്നിട്ട് ഇന്നലെ വരെ എവിടെയായിരുന്നു എന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ ഇവർക്കൊപ്പം ചേരുന്ന സമയത്ത് ഈ രാജ്യദ്രോഹികളെല്ലാം കൂട്ടുചേർന്നുകൊണ്ട് ഭരണത്തെ അട്ടിമറിക്കാൻ തന്നെ ബോധപൂർവ്വം നടത്തുന്നു. പക്ഷെ ജനങ്ങൾ അതിനെല്ലാം ചെറുത്തു തോൽപ്പിക്കാൻ തന്നെ വലിയ ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. അതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. ശരി, വ്യക്തമാണ്. നന്ദി ശ്രീ അരുൺ മോഹൻ പ്രതികരിച്ചതിന്.